വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് നാടകത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം പേര് കോട്ട് ചെയ്യുന്ന ഒന്നാണ് ടു ബി ഓർ നോട്ട് ടു ബി. എന്ന് പറയുന്ന ഹാംലെറ്റ് രാജകുമാരൻ്റെ ആ ഒരു ഇതി കർത്തവ്യ ദാ മൂഢത, ഇതി കർത്തവ്യതാ മൂഢത, എന്ത് ചെയ്യണ്ടു ഞാൻ, ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു തരം അധീരത, ആ ഒരു പരുവത്തിലാണ് ഇന്ന് ലോക പ്രസിഡന്റാണെന്ന് സ്വയം നടിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്തിന് ചെയ്യേണ്ടു എന്ന് അറിയത്തില്ല. ഈ പറഞ്ഞ പോലെ ഈ പാമ്പ് കൂട്ടിനകത്ത് കൊണ്ട കൈ വെച്ചും പോയി, എടുക്കാനും പറ്റുന്നില്ല. ഈ മുതലയുടെ കടി കൊണ്ട ആനയുടെ കാര്യം പോലെ ഐരാവതം അല്ലേ, ആ കാര്യം പറഞ്ഞ പോലെ കാലിൽ കടിയേറ്റിരിക്കുക, നമുക്ക് ഊരിപ്പോരാനും പറ്റത്തില്ല. അങ്ങനെ ഹോർമൂസിന്റെ ആ ചെളിക്കുണ്ടിൽ പൂഴ്ന്നു പോയിരിക്കുന്ന കാലുകളുമായിട്ട് നിന്ന് വേദനിക്കുന്ന ഒരു ട്രംപിന്റെ മുഖമാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് മരിക്കാൻ ഭയമില്ലാത്ത ഒരു ജനതയോടാണ് എക്സാക്ട്ലി ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചത്. ഇറാന്റെ പ്രതിരോധശേഷിയും പ്രതികരണശേഷിയും പ്രഹരശേഷിയും എത്രത്തോളം ഉണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അമേരിക്കയ്ക്കെന്ന് മാത്രമല്ല, ഇസ്രയേൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും ഒരു തിരിച്ചുള്ള പ്രത്യാക്രമണം അവരിൽ നിന്നുണ്ടാവും. വാസ്തവത്തിൽ വലിയ തിരിച്ചറിവുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. എല്ലായിടത്തെയും അവൻ എത്രമാത്രം ശക്തിയുണ്ട്. പാകിസ്ഥാൻ്റെ ആയാലും അവൻ ഇവിടെയാണ് എല്ലാം ശരിയായിട്ട് പഠിക്കുന്നത്. എന്ത് പറ്റി? മാത്രമല്ല, അവർക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ആയുധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ശതകോടികൾ വേണം. അവർക്ക് സൈക്കിൾ ഉണ്ടാക്കുന്ന പോലെ, കളിപ്പാട്ടം ഉണ്ടാക്കുന്ന പോലെയാണ് അവർ ആക്രി സാധനങ്ങൾ വെച്ച് വെറും കേവലം കളിപ്പാട്ടം ഉണ്ടാക്കുന്ന പോലെ സാധനം ഉണ്ടാക്കി ആകാശത്തേക്ക് വിടും. ഈ ബങ്കർ ടു ബങ്കർ മിസൈലൊക്കെ അമേരിക്ക പ്രയോഗിക്കുന്നു കോടികൾ. ഇവരങ്ങനെയല്ല, വളരെ വില കുറഞ്ഞ ഒരു 1000 ഡ്രോണൊക്കെ ഒന്നിച്ചങ്ങോട്ട് വിടുകയാണ്. അപ്പൊ മറ്റവരുടെ വ്യോമപ്രതിരോധ സിസ്റ്റം പോലും തകരാറിലായിപ്പോകും, കൺഫ്യൂസ്ഡ് ആയിപ്പോകും. അപ്പൊ അങ്ങനെയാണ് ഇവർക്ക്. ടെലവീവിലൊക്കെ ഒരുപാട് ഇവർ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല, ടെലവീവിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് പ്ലാന്റിന് വരെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു മലയാളിയെ കാണാതായി, സ്ഥിരീകരിക്കുന്നില്ല മരിച്ചോ ഇല്ലയോ. അതാ അവർ പറയില്ല, പറയുന്നത് നാണക്കേടാണ്. പറയില്ല. ഈ ട്രംപിന് പോലും നെതന്യാഹുവിനും മകനും പോലും ആക്രമണത്തിൽ പരിക്കേറ്റ് കുറെ കാലം ചികിത്സയിലായിരുന്നു. ഇപ്പോഴും അങ്ങേരാണോ വരുന്നത്? അല്ല, ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്നറിയാമോ, ഏബ്രഹാം ലിങ്കൺ പരിക്കേറ്റെന്ന് ഇപ്പൊ സമ്മതിച്ചല്ലോ. ഏബ്രഹാം ലിങ്കൺ ഇപ്പൊ ഇന്ത്യ മഹാസമുദ്രത്തിലേക്ക് തിരിച്ചു പോകുന്നില്ലേ, പലായനം ചെയ്തു. കാരണം എങ്ങനെയാണെന്നറിയാമോ, അവര് ട്രംപ് തന്നെ സമ്മതിച്ചു, അഡ്മിറ്റഡ് ആണ്, ഞങ്ങളെ എല്ലാ വശത്തു നിന്നും അവര് 17 വശങ്ങളിൽ നിന്നാണ് ആക്രമിക്കുക. അപ്പൊ അതിനുള്ള ഡിഫൻസ് സിസ്റ്റം മുഴുവൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി. അവിടെ പോയി ഈ യുദ്ധത്തിൽ സംബന്ധിച്ചോളം ആയുധശേഷിയോ പ്രഹരശേഷിയോ ധൈര്യം മനസ്സിൽ. കാരണം ഇറാനിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവിടെ ഈ മത മിലിഷ്യക്കെതിരെയുള്ള വികാരം ധാരാളമുണ്ട്. പക്ഷെ ഇറാന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഇവരെല്ലാവരും ദേശീയതയായി, ഒരു സംശയമുണ്ട്. കാരണം അവിടെയും ഇസ്ലാമാണ് വർക്ക് ചെയ്തത്. കാരണം ഇസ്ലാം ഒരു യഹൂദന് കീഴടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് കീഴടങ്ങാൻ പാടില്ല. ആ ഒരു മനസ്സാണ് അവർക്ക് വന്നത്. എന്ന് മാത്രമല്ല, വീരസ്വർഗം പ്രാപിക്കുക എന്നുള്ളത് അവരുടെ മത ദർശനം അതാണ്. നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടി. ഇറാൻ എന്ന് പറയുന്ന മതപൗരോഹിത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഈ അയത്തുള്ള ഖമനേയി എന്ന് പറയുന്നത് വളരെ കാലം മുമ്പേ മരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ GCC ഗ്രൂപ്പിൽ, അതായത് സൗദി അറേബ്യ, അവരൊക്കെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സംസ്കാരവും സമീപനവുമുള്ള രാജ്യമാണ് ഇറാൻ. അവർ ഇസ്ലാമാണ്, പക്ഷെ ഒന്ന് ഷിയ മറ്റൊരു സുന്നി. അവർ ഷിയാക്കളാണ്. അവർക്ക് ആ ഷിയാക്കളാണെങ്കിലും അവരുടെ പാരമ്പര്യം സൗരാഷ്ട്രവും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സൂഫിസവുമായിട്ട് ബന്ധമുണ്ട്. സൂഫിസം അതാണ്. അങ്ങനെ വരുമ്പോൾ രാജഗോപാൽ, അതൊരു ചോദ്യത്തിലേക്ക് ഒരു ഭാഗമുണ്ട്. അതായത് അയത്തുള്ള ഖമനേയിയുടെ ഖബറടക്കം നടന്നതായിട്ട് ഇന്ന് വരെ വാർത്ത വന്നില്ല. സാധാരണഗതിയിൽ ഈ ഖബർ എന്ന് പറയുന്നത് വളരെ ഒരു പുണ്യസ്ഥലമായിട്ട് കരുതുന്ന വിഭാഗമാണ്. അതിന്റെ ചുറ്റും ഈ ദർഗ അതുപോലുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഒരു സംഭവമാണ്. സുന്നികൾ അതിനെ എതിർക്കുന്ന ഒരു കൾച്ചറാണ്. അതാണ്. പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. ഇനി മരിച്ചിട്ടില്ലയോ മൂപ്പില്? അല്ല, മരിച്ചു, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത്. ചെയ്താൽ അവര് അവിടെയും ആക്രമിക്കും എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ട് രഹസ്യമായിട്ട് അവർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ രഹസ്യമായി എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതുപോലെ അയാളുടെ മകൻ മജ്താബോ അയാൾ മരിച്ചു എന്നും പറയുന്നതുണ്ട്. ഇല്ലില്ല, പ്രസ്താവന ഇറക്കി വീഡിയോ റഷ്യയിലാണെന്ന് പറയുന്നവരുണ്ട്. ഏതാണെങ്കിലും ഇവരുടെ
ഒരു കോസ് അത് ഉം. ഇറാൻ ജനതയുടെ ഭൂരിഭാഗം അംഗീകരിക്കുന്നതാണ് ഇപ്പോൾ. അതെ. എന്തെല്ലാം എതിർപ്പുകളുണ്ടെങ്കിലും ഉം. അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ അത്രയൊന്നും എളുപ്പമല്ല. ഉം. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇറാന് ന്യൂക്ലിയർ ശക്തി ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഉം. ഇനി അഥവാ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവർക്ക് നാളെ ഉണ്ടായിക്കൂടാതൊന്നുമില്ല. അതെ. അല്ലെങ്കിൽ അങ്ങനെയുള്ള സഖ്യകക്ഷികൾ അവർക്കുണ്ട്, ചൈനയും റഷ്യയും. ആ. അവർക്കത് കൊടുക്കാം. ഉവ്വ. അപ്പോൾ അതൊന്നുമല്ല ഉം. ഈ യുദ്ധത്തിൻ്റെ പിന്നിലുള്ള കാരണം. ഉം. ഇറാന്റെ ഒരു സ്വയം പര്യാപ്തത, ഉം. കീഴടങ്ങാത്ത മനസ്സ്, ഉം. ഇതാണ് അമേരിക്കയും ഇസ്രയേലിനെയും ജ്വലിപ്പിച്ചത്. അവർ ഇവർക്കെതിരെ ആക്രമണം നടത്തിയത്. ഓക്കെ. അത് സഹിക്കുന്നില്ല അവർക്ക്. അത് അതാണ്. അല്ല, എന്ന് ഓയിലൊരു കണ്ണുണ്ട്, നമുക്കറിയാമല്ലോ, ഇന്ത്യയെ വളരാൻ നമ്മൾ സമ്മതിക്കില്ല എന്നൊരു അമേരിക്കൻ സെനറ്റർ പറഞ്ഞു പരസ്യമായിട്ട്. പറഞ്ഞു. ഇത് ലോകത്ത് ആർക്കെങ്കിലും അപ്പോൾ നാളെ ഇന്ത്യയുടെ കയറി തിരിഞ്ഞാൽ അവരെന്തായിരിക്കും? അവർ തിരിയില്ലായിരിക്കാം ചിലപ്പം, കാരണം ഇന്ത്യയുടെ സാഹചര്യങ്ങൾ നോക്കിയാൽ. ഇതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം. പിന്നെ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള വലിയ സമ്പത്താണ്. അല്ല, പ്രസിഡന്റ് അധികാരത്തിൽ വരുമ്പോ തന്നെ പറഞ്ഞ ട്രംപ് ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞ അത് തന്നെയല്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നതിൽ ഒരാള് പറഞ്ഞ ഒരു കാര്യം, ഐസൻഹോവർ ആണെന്ന് തോന്നുന്നു, വി ആർ ഇൻടോക്സിക്കേറ്റഡ് ടു ഓയിൽ എന്നാണ്. അത് അവരുടെ ഒരു വലിയൊരു വീക്ക്നെസ് ആണ്, ഒരു ഇൻടോക്സിക്കേഷൻ ആണ്. അതെ. അപ്പൊ അതും വലിയൊരു പ്ലെയർ ആണ് ഇതിനകത്ത്. അതാണല്ലോ വെനിസുല കഴിഞ്ഞ ഉടനെ ഇറാനിലേക്ക് വന്നത്. അതാണ് അവരുടെ പ്രധാന ഡോമിനേഷൻ. അവർക്ക് കീഴിലായിരിക്കണം എല്ലാവരും. ഇറാൻ അങ്ങനെ ആവില്ല എന്ന് അവർക്ക് നല്ലോണം അറിയാം. ആയുധബലം കൊണ്ടൊന്നുമല്ല, അവരുടെ മനസ്സുകൊണ്ട്. പക്ഷെ അത് ഇത്രത്തോളം അപകടകരമാകുമെന്ന് ആക്രമിച്ചു കഴിഞ്ഞപ്പോഴേ അവർ മനസ്സിലാക്കി. അതെ അതെ. ഇപ്പൊ തളർവാദം പിടിച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് F-18 വിമാനം തകർത്തു തരിപ്പണമാക്കി, പൈലറ്റും മരിച്ചു. 2-3 പേരെ സാധനം താഴെ ഇട്ടു അവര്. ഒന്നേ പറയുന്നുള്ളൂ. ഇപ്പോഴും ഒന്ന് അല്ല, അതിനു മുമ്പ് നേരത്തെ F-35 ഇത് മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് ഒരു ഹെലികോപ്റ്റർ, ഇതെല്ലാം ഇറാൻ ആക്രമിച്ച് നശിപ്പിച്ചതാണ്. ഈ ട്രംപിനെ പോലെ പുളു പറയുന്നത്. ബ്ലൂംബർഗ് TV എന്ന് പറഞ്ഞൊരു സാധനം അമേരിക്കയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഇതുണ്ട്. ഏതാണ്? ബ്ലൂംബർഗ് TV. ബ്ലൂംബർഗ്. അവർ പറയുന്നത് 10ഓളം വിമാനങ്ങളും 4 കപ്പലുകളും ഇറാൻ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിന്റെ ഒരു രസമെന്ന് പറഞ്ഞാൽ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ കേവലം 22 മിനിറ്റ് എന്ന ആക്ഷനിൽ കൂടി പാകിസ്ഥാനെ നമ്മൾ നിർവീര്യമാക്കി. നിർവീര്യമാക്കിയതിനെ കളിയാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അവർ യുദ്ധം നിർത്തി പുളു അടിച്ചുകൊണ്ട് നടന്നിട്ട് ഇന്ത്യയുടെ 6 റഫാലുകൾ അവർ തകർത്തിട്ടൊന്ന് പുളു അടിച്ചു. ഒരൊറ്റ ഫോട്ടോ കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് കാണുന്നു F-18 വിമാനം തകർന്നു വീഴുന്നതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് ഇറാൻ പ്രദർശിപ്പിക്കുന്നത്. ഇരാന കുന്നുകളിലുള്ള ആണവ കേന്ദ്രം എന്ന് പറയുന്നത് അമേരിക്കയുടെ വകയാണ്. അവിടെയാണ് ഇന്ത്യ അതിന്റെ ഓപ്പണിംഗ് സ്ഥലത്ത് കൊണ്ട് ബോംബിട്ട് അടച്ചുകളഞ്ഞു. ഭൂമി കുലുക്കം ഉണ്ടായി. അവിടുന്ന് വെളിയിലെടുക്കാൻ നോക്കില്ല ഈ സാധനം. അത് ശരി, ആ പരുവത്തിലാക്കി. അപ്പൊ ആണവ കേന്ദ്രം അവിടെ ഉണ്ട്, പക്ഷെ അവിടെ ഉണ്ട്, എടുക്കാൻ നോക്കില്ല. സാധനം പുറത്തെടുക്കാൻ പറ്റില്ല, ആ പരുവത്തിലാക്കി. അതിന്റെ അടി കിട്ടിയത് അമേരിക്കയ്ക്കാണ്. അതാണ് അവരിടപെട്ടത്, അല്ലാതെ പാകിസ്ഥാനെ രക്ഷിക്കാനൊന്നും അല്ല. അതാണ് കൗശലം, യുദ്ധത്തിന്റെ കൗശലം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യ ഇതൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോ ഇത് എന്ന് അവസാനിക്കും? ഇപ്പോഴും അബുദാബിയിലേക്ക് ആക്രമണം, മിസൈൽ വീണ് ഇപ്പോഴും 5 പേർക്ക്. പക്ഷേ യുദ്ധം പൂർണ്ണമായി ഇപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അവസാനിക്കില്ല. പക്ഷെ ഒരു 2-3 ആഴ്ചകൾക്കുള്ളിൽ എന്താ പറയാ, എഴഞ്ഞെഴഞ്ഞ് ഇതൊക്കെ നിൽക്കും, വലിഞ്ഞു പോകേണ്ടി വരും. എന്തെങ്കിലും മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിട്ട് അവർക്ക് നിർത്തേണ്ടി വരും. ഇപ്പൊ അതാണ് ഇതിന്റെയൊക്കെ ഫലം വരാൻ പോകുന്നത്. അമേരിക്കയുടെ സുപ്രിമസി, അതായത് ലോക പോലീസ് റോള് ഇതോടുകൂടി അവസാനിക്കും. ഇപ്പൊ തന്നെ റഷ്യ പറയുന്നുണ്ടെന്നാ പറയുന്നത്, ഇത് കടന്നു പോകുന്നു, ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ അല്ല. ഇത് അവർക്കിടയിൽ തന്നെ, അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇതിന് ഭയങ്കര എതിർപ്പാണ്. കുറെ സൈന്യാധിപന്മാരെയൊക്കെ ഇപ്പൊ മാറ്റി, ജനറൽമാരെയൊക്കെ. അല്ല, ട്രംപിന്റെ പോപ്പുലാരിറ്റി മൈനസിലേക്ക്, 0ക്കും താഴേക്ക് ലോകത്ത് -17ലേക്ക് എന്ന് പറഞ്ഞാൽ sub-0 കഴിഞ്ഞിട്ട് താഴോട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തുളസി പോലെ ഇന്ത്യ അനുകൂലമായിട്ടുള്ളവരെല്ലാം നീക്കി കുറെ പട്ടാള ജനറൽമാരെ നീക്കി. എന്നിട്ട് പക്ഷെ ആരെ നീക്കി എന്ത് കൊണ്ടുവന്നാലും യുദ്ധം ചെയ്യാനുള്ള ശേഷി ഇപ്പൊ അമേരിക്കയ്ക്കില്ല. ആയുധ ശേഖരം പോലും കുറഞ്ഞു. ഓക്കെ, എനിക്ക് തോന്നുന്നു മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സമയം നോക്കി ചന്ദ്രനിലേക്ക് അവരിപ്പോ ആളെ അയച്ചിരിക്കുന്നതെന്ന് വേണം കരുതാൻ. അതൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ട് വരാൻ പോകുന്ന അത് ഒരാണ്. പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറും. മിലിറ്ററി ബേസുകൾ കൊണ്ടുപോകാൻ പറയും, നിർബന്ധിതരാവും, വലിയ താമസമില്ലാതെ എടുത്തുകൊണ്ട് പോകാൻ വരാൻ സാധ്യത. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അമേരിക്കവൽക്കരിക്കണം, അത് അവരാരും ഇഷ്ടപ്പെടുന്നവരല്ല. ഇപ്പൊ തന്നെ ഈ യുദ്ധം, ഇറാനെതിരായ യുദ്ധം തുടങ്ങി വെച്ചതിൽ
ഈ ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ ഉള്ളതിനേക്കാൾ പങ്ക് സൗദി അറേബ്യയ്ക്കുണ്ട്. സൗദി അറേബ്യയാണ് ഇറാനെ അടിക്കണം, ഇപ്പോഴും അവർ പറയണം ഇതോടെ തീർക്കണം, ഇനി വരുന്നത്. അങ്ങനെ ഒരു സമീപനമാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പം മുസ്ലിം ഭീഷണിയാണ് സുന്നി ലോകത്തിന് ഈ ഷിയ ഒരു രാജ്യം. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഭയങ്കര ഭിന്നതയുണ്ട്. ഈ GIC രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നിച്ച് ഇറാൻ ഒറ്റയ്ക്കുമാണ്. ഇത് ഇനിയിപ്പോ ഇറാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഓക്കെ, തീർച്ചയായിട്ടും. ഇറാൻ ഇപ്പൊ ആയുധമായിട്ടോ അല്ലെങ്കിൽ പക്ഷെ ഇറാൻ കുറെ കൂടെ ഐഡിയോളജിക്കലി സ്ട്രോങ് ആവും. അറബ് ദേശീയത കൂടെ അവിടെ നിൽക്കുകയും മറ്റു പല GIC രാജ്യങ്ങളും ഇറാനൊപ്പം നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യവും കൂടെ, ഒരു പുതിയൊരു അറബ് ദേശീയത അവിടെ വരും. അതിന്റെ നെടുനായക സ്ഥാനത്ത് ആരായിരിക്കും എന്നൊരു തർക്കം ഉണ്ടായിരുന്നു. ഇറാഖ് ആണെന്ന് പറഞ്ഞ് ഇറാഖ് ഇപ്പൊ ഇല്ലാതായിപ്പോയി. രാജ്യമുണ്ട് അവിടെ, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ. ഇറാഖും തമ്മിൽ ദീർഘകാലം യുദ്ധം ചെയ്തു. പക്ഷെ ഇപ്പൊ ഇറാഖ് ഇറാന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അവിടെ ഷിയ ബ്രിഗേഡ് ഉണ്ട്. അവിടെ ഇപ്പൊ അവിടെ ഇപ്പൊ ഹെസ്ബുള്ളയെ നശിച്ചാലും ഹൂത്തികളെ നശിപ്പിച്ചാലും ഹമാസിനെ നശിപ്പിച്ചാലും പിന്നെയും ബാക്കിയുണ്ട് ഷിയ ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ട് ഇറാഖിൽ അവർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ എന്താ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് നബി പറഞ്ഞതൊന്നും അല്ല. ഇവർ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സാധനമാണ്. അത് ബ്രൂട്ടലാണ്. ആ ഐഡിയോളജിക്ക് ഈ യുദ്ധം കൊണ്ട് വലിയ ക്ഷതമാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇറാൻ തോറ്റത് കൊണ്ടല്ല. ലെബനനിലും അവിടെ ഹിസ്ബുള്ളയ്ക്കും ഹൂതിക്കും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന ഈ എന്താ പറയാ ഒരു തോൽവി, പരാജയം. തീർച്ചയായിട്ടും ഇസ്ലാമിക ഐക്യമല്ല ഉണ്ടായിട്ടുള്ളത്, ഇസ്ലാമിക വിഭജനമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ തീവ്രവാദത്തെ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ അതിന്റെ പുറകെ നടക്കുന്നവരൊന്നും അല്ല. ഉദാഹരണത്തിന് അറേബ്യ, സൗദി അറേബ്യ, അതുപോലെ തന്നെ UAE ആണ് ഏറ്റവും നല്ല ഉദാഹരണം, തിളങ്ങുന്ന ഉദാഹരണങ്ങൾ. സൗദി അറേബ്യ ഈ അടുത്ത കാലത്താണ് മാറ്റങ്ങൾ വന്നത്. UAE എത്രയോ കാലമായിട്ട്, ഒരിക്കലും പറഞ്ഞ ഈ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അതാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ചെറിയൊരു രാജ്യമാണ് എങ്കിലും വളരെ ലിബറലാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അസൂയ ഒന്നും അത്ര ഗംഭീരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.